പൃഥ്വിരാജ് നായകനായിക്കൊണ്ട് 2018 റിലീസ് ചെയ്ത രണം എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയ്ക്ക് പുറകിലുള്ള ട്രിവിയാസ് ഏതൊക്കെയാണുള്ളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് മുന്നേ ഒരു കമന്റ് ബോക്സിൽ ഒരു റിക്വസ്റ്റ് വന്നിരുന്നു. അതിന്റെ ബേസിലാണ് ഈ ഒരു സിനിമയെ കുറിച്ചുള്ള ട്രിവിയാസ് ചെയ്യാൻ പോകുന്നത്. നിർമ്മൽ സഹദേവ് എഴുതി സംവിധാനം ചെയ്ത് 2018 പുറത്തിറങ്ങിയ മലയാളം സിനിമയാണ് രണം ഡിട്രോയിറ്റ് ക്രോസിംഗ്. പൃഥ്വിരാജ്, റഹ്മാൻ, അതുപോലെ ഇഷ തൽവാർ, ഇവർ 3 പേരാണ് ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അന്ന് ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമാവുകയോ അല്ലെങ്കിൽ വലിയൊരു ചലനം സൃഷ്ടിക്കുകയോ ചെയ്യാത്ത ഈ ഒരു സിനിമ പക്ഷേ ഇന്ന് ഈ ഒരു സമയത്ത് പലരുടെയും ഫേവറേറ്റ് മൂവികളിൽ ഒന്നുകൂടിയാണ് ഈ രണം. 2011 റയാൻ ഗോസ്ലിംഗ് നായകനായിട്ട് വന്നിട്ടുള്ള ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് സിനിമയുടെ ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് ഈ രണം. നായികയായിട്ട് ഇഷ തൽവാറിന് പകരം അതിന് മുന്നേ ആദ്യം കാസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത് മമത മോഹൻദാസ് ആയിരുന്നു. പക്ഷേ അന്ന് കാർബൺ എന്ന് പറയുന്ന സിനിമയുടെ ഡേറ്റുമായിട്ടുള്ള ഒരു ക്ലാഷ് വന്നതുകൊണ്ട് പിന്നീട് മമത പിന്മാറുകയും പിന്നീട് ആ റോൾ ഇഷ തൽവാറിലേക്ക് എത്തുകയാണ് ചെയ്തത്. റഹ്മാനെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടതിന് പുറകിലും ചെറിയൊരു കഥയുണ്ട്. അദ്ദേഹത്തോട് ഈ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് കഥ പറയാൻ പോയപ്പോൾ അദ്ദേഹം